സാമ്പത്തിക റിപ്പോർട്ടുകളിലെ ആ വലിയ വലിയ സംഖ്യകളും ആയിരക്കണക്കിന് പേജുകളും കാണുമ്പോൾ അയ്യോ ഇതെന്തൊരു തലവേദനയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ഒട്ടും ടെൻഷൻ വേണ്ട. എത്ര സങ്കീർണമായ ഫിനാൻഷ്യൽ ഫയലിംഗും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ലളിതമായൊരു 5 സ്റ്റെപ്പ് ഫോർമുലയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് പ്രായോഗികമായി പഠിക്കാൻ നമ്മളിന്ന് ഉദാഹരണമായി എടുക്കുന്നത് മസ്ഗാവൺ ഡോക്ക് ഷിപ്ബിൽഡേഴ്സിന്റെ 2026 ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് വെറുമൊരു ഡമ്മി ഡോക്യുമെന്റ് അല്ല കേട്ടോ. സെബിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള, സർക്കാരിന്റെ പിന്തുണയുള്ള, തികച്ചും ഔദ്യോഗികവും ആധികാരികവുമായ ഒരു കോർപ്പറേറ്റ് രേഖയാണിത്. ഈ വലിയ ഡേറ്റാ കാർഡിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു തുടക്കക്കാരനായാലും അതല്ല ഇനിയിപ്പോൾ അത്യാവശ്യം വിവരമുള്ള ഇൻവെസ്റ്റർ ആയാലും ഇതൊരു കിടിലൻ ഗൈഡായിരിക്കും. നമ്മുടെ ആ 5 ഘട്ടങ്ങൾ ഇതാ: 1. തലക്കെട്ടുകൾ കണ്ടെത്തുക. 2. സ്കോർ ബോർഡ് വായിക്കുക. 3. അടിസ്ഥാനം പരിശോധിക്കുക. 4. തന്ത്രപ്രധാനമായ നീക്കങ്ങൾ കണ്ടെത്തുക. ഒടുവിൽ 5. അംഗീകാരമുദ്ര പരിശോധിക്കുക. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ 1ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തലക്കെട്ടുകൾ കണ്ടെത്തുക. അതായത് കമ്പനിയുടെ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ വാർത്തകൾ ആദ്യം തന്നെ പിടിച്ചെടുക്കുക. ഒരു ഫയലിംഗ് കയ്യിൽ കിട്ടിയാൽ എന്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്? അതിലൊളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ വലിയ സർപ്രൈസ് ദേ ഈ 4.62 എന്ന സംഖ്യയിലാണ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാർ ഒരു ഷെയറിന് 4.62 രൂപ വെച്ച് ഫൈനൽ ഡിവിഡൻഡായി ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഏത് നിക്ഷേപകനെ സംബന്ധിച്ചും ലാഭവിഹിതം കിട്ടുക എന്നത് വലിയൊരു കാര്യമല്ലേ? ഒരു വലിയ റിപ്പോർട്ട് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒറ്റനോട്ടത്തിൽ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഒരു നിധിവേട്ടയിൽ നമുക്ക് ആദ്യത്തെ ക്ലൂ കിട്ടുന്നതിന് തുല്യമാണ്. ഇനി 2ാമത്തെ ഘട്ടം, സ്കോർ ബോർഡ് വായിക്കുക. സ്കോർ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ ഒരു വർഷം കമ്പനി എത്ര നന്നായി ബിസിനസ് കളിച്ചു എന്ന് ഇത് നമുക്ക് കാണിച്ചു തരും. മേൽനോട്ടത്തിലുള്ള വാർത്തകളിൽ നിന്നൊക്കെ മാറി നമ്മൾ കമ്പനിയുടെ യഥാർത്ഥ പെർഫോമൻസ് ഡാറ്റയിലേക്ക്, അതായത് അവർ എങ്ങനെ സ്കോർ ചെയ്തു എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. നോക്കൂ, ഈ വിവരങ്ങൾ എത്ര മനോഹരമായാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 12 ലക്ഷത്തിലധികമുണ്ടായിരുന്ന വരുമാനം 2026 ആയപ്പോഴേക്കും 14 ലക്ഷത്തിനു മുകളിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. വെറുതെ കുറെ നമ്പറുകൾ വായിക്കുന്നതിനേക്കാൾ ഈയൊരു വലിയ വളർച്ച ഇങ്ങനെ വിഷ്വലായി കാണുമ്പോൾ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? അങ്ങനെ നമ്മുടെ സ്കോർ ബോർഡിലെ ഫൈനൽ സ്കോർ ഇതാണ്. കമ്പനിയുടെ ആകെ സമഗ്ര വരുമാനം, അതായത് ഫൈനൽ പ്രോഫിറ്റ് 2,57,798 ലക്ഷം രൂപയാണ്. വളരെ മികച്ചൊരു ഫിഗർ തന്നെയാണിത്. കണ്ടോ, 2ാമത്തെ ഘട്ടം നമ്മൾ വളരെ വേഗത്തിൽ സിമ്പിളായി പൂർത്തിയാക്കി. അടുത്തതായി 3ാമത്തെ ഘട്ടം, അടിസ്ഥാനം പരിശോധിക്കുക. കമ്പനിക്ക് സ്വന്തമായി എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ബാധ്യതകളുണ്ട് എന്ന് നോക്കാൻ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കടക്കുകയാണ്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും കൂടുതൽ സംഖ്യകൾ നിറഞ്ഞു നിൽക്കുന്ന എന്നാൽ വളരെ നിർണായകമായൊരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. വലിയൊരു ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ ആരൊന്നു പേടിക്കും. പക്ഷേ അതിനെ വളരെ സിമ്പിളായി ഈ 3 പ്രധാന കാര്യങ്ങളിലേക്ക് ചുരുക്കാം: ആസ്തികൾ, ബാധ്യതകൾ, പിന്നെ ഇക്വിറ്റി. 25 ലക്ഷത്തിലധികം വരുന്ന മൊത്തം ആസ്തികൾ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായി കാണാം. ഇതിൽ നിന്ന് തന്നെ കമ്പനിയുടെ അടിസ്ഥാനം, അതായത് ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളീ കണ്ട വലിയ സംഖ്യകൾക്കും കണക്കുകൾക്കുമൊക്കെ പിന്നിലുള്ളത് വെറുമൊരു കമ്പനിയല്ല, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിപ്പ് ബിൽഡറാണ്. ആ ഒരു വലിയ വിശ്വാസ്യതയുടെയും ഉറപ്പിന്റെയും അടയാളമാണ് അവരുടെ ഈ ഔദ്യോഗിക മുദ്ര. ഇനി 4ാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. തന്ത്രപ്രധാനമായ നീക്കങ്ങൾ കണ്ടെത്തുക. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിലെ നോട്ട്സ് എന്ന ഭാഗത്താണ് കമ്പനിയുടെ ഭാവി പ്ലാനുകളും വലിയ രഹസ്യങ്ങളും ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ 5 സ്റ്റെപ്പ് ഫ്രെയിംവർക്കിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. റിപ്പോർട്ടിലെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മളിവിടെ ഡീകോഡ് ചെയ്യും. ആ നോട്ട്സ് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ വളരെ വലിയൊരു കാര്യമാണിത്. മസഗോൺ ഡോക്ക് കൊളംബോ ഡോക്യാർഡ് PLCയുടെ 51% ഷെയറുകൾ വാങ്ങി അവരെ ഒരു ഉപസ്ഥാപനമാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. കമ്പനിയുടെ ബിസിനസ് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്രത്തോളം വളർന്നു എന്നാണിത് കാണിക്കുന്നത്. ഫിനാൻഷ്യൽസ് വായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള അക്വിസിഷനുകൾ തിരയണം. അതുമാത്രമല്ല, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്പനിക്ക് 47.21% ഷെയറുകളുണ്ട് എന്നതും നമ്മൾ ഈ നോട്ട്സിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, വെറും കുറച്ച് നമ്പറുകൾക്കപ്പുറം ഈ കമ്പനിയുടെ ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് പരന്നു കിടക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രം കിട്ടുന്നത് ഇത്തരം വിവരങ്ങളിലൂടെയാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഘട്ടം 5, അംഗീകാരമുദ്ര പരിശോധിക്കുക. ക്രിക്കറ്റിലെ അമ്പയർ പോലെ കമ്പനി ഈ കളി കളിച്ചത് നിയമങ്ങൾ പാലിച്ചാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓഡിറ്റർമാരാണ്. നമ്മുടെ ഗൈഡിന്റെ അവസാന പടി ഇതാണ്.
കമ്പനി പറഞ്ഞ കണക്കുകളൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ്. ഏതൊരു ഓഡിറ്റർ റിപ്പോർട്ട് എടുക്കുമ്പോഴും നിങ്ങൾ ഈ വാചകങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ശരിയായതും ന്യായയുക്തവുമായ കാഴ്ചപ്പാട് നൽകുന്നു, അതായത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതുപോലെ മെറ്റീരിയൽ തെറ്റുകളിൽ നിന്ന് മുക്തമാണ്. ഇതൊക്കെയാണ് നമ്മൾ നിക്ഷേപകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ മാന്ത്രിക വാക്കുകൾ. ഈ നമ്പറുകളെല്ലാം വിശ്വസിക്കാം എന്ന് നമുക്ക് ഉറപ്പു നൽകുന്നത് ഈ വരികളാണ്. എല്ലാം കൃത്യമാണെന്ന് ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശാരദ ആൻഡ് പരീഖ് LLP നൽകിയ സീലുകളും ഒപ്പുകളുമാണിത്. ഈ കളിയിലെ അമ്പയറുടെ അന്തിമ വിധിയുടെ ഏറ്റവും വലിയ തെളിവാണിത്. അങ്ങനെ കമ്പനിയുടെ കണക്കുകളിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് വ്യക്തമാക്കുന്ന അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഇതോടെ നമ്മൾ പരിശോധിച്ച ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വളരെ ക്ലിയറാണെന്നും സുതാര്യമാണെന്നും നമുക്കുറപ്പിക്കാം. തുടക്കത്തിൽ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇതൊരു വലിയ മലയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം, അല്ലേ? എന്നാൽ നോക്കൂ, തലക്കെട്ടുകൾ കണ്ടെത്താനും സ്കോർ ബോർഡും അടിസ്ഥാനവും പരിശോധിക്കാനും അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കാനും അവസാനം ഓഡിറ്ററുടെ റിപ്പോർട്ട് ഉറപ്പുവരുത്താനുമുള്ള വളരെ സിമ്പിളായ 5 ഘട്ടങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈയൊരു പ്ലേബുക്ക് വെച്ച് നിങ്ങളിനി ഏത് കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടാണ് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്? പുതിയൊരു കോർപ്പറേറ്റ് റിപ്പോർട്ടിലെ രഹസ്യങ്ങൾ കൂടി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ.